ആധാരമാകുന്നത് CBSE നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് എന്നതുകൊണ്ട് CBSE വിദ്യാഭ്യാസത്തോട് താല്പര്യമുള്ളവരാകണം. ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകരുത് എന്നൊരപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അതെങ്ങനെ മനസ്സിലായി, അതിന് കാരണം എന്താ, അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചേക്കാം. 33 വർഷം ഞാൻ കോളേജിൽ പ്രവർത്തിച്ച ആളാണ്. 29 വർഷം ഞാൻ അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. 4 വർഷം പ്രിൻസിപ്പലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ മാനേജരായും ഡയറക്ടറായും ഒക്കെ സേവനം ചെയ്യുന്നു. നമ്മൾ പ്രിൻസിപ്പലായി ഇരിക്കുമ്പോൾ നമ്മളുടെ അടുക്കൽ ഒരു അപേക്ഷയുമായി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി കടന്നു വന്ന് ആ അപേക്ഷ നമ്മുടെ കയ്യിൽ തന്ന് നമ്മൾ ആ അപേക്ഷ വായിച്ചു കഴിഞ്ഞാൽ ഉടൻ ഞാൻ പറയാം, ഈ കുട്ടി സ്റ്റേറ്റ് സിലബസിനോട് എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് പറയട്ടെ, ഈ കുട്ടി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിയാണോ CBSEയിൽ പഠിച്ച കുട്ടിയാണോ എന്ന് കൃത്യമായി ഞാൻ പറയാം, ചോദിക്കാതെ പറയാം. എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഗുണമേന്മ CBSE വിദ്യാഭ്യാസത്തിനുണ്ട് എന്നാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആളാണ്, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. പഴയ കാലത്തെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളാണ് ഞാൻ. പക്ഷെ ഞാൻ നിങ്ങളോട് തറപ്പിച്ച് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആ നമ്മളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം സ്ഥായിയായ ഭാവത്തിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മകനെ മകളെ ഒരു CBSE സ്കൂളിലേക്ക് അയച്ചത് വളരെ ഉചിതമായി എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്താണ് CBSE വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം? ഞാൻ വീണ്ടും പ്രിൻസിപ്പലിനെ ഒന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. I told you, we were very keenly listening to the report. ഈ സ്കൂളിൽ പഠിക്കുന്ന സെലക്റ്റഡ് കുട്ടികൾ എത്ര മനോഹരമായി ഇംഗ്ലീഷിൽ ഈ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ കുട്ടികൾ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ആ കുട്ടികളിൽ ഈ അധ്യാപികയ്ക്കുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് ടീച്ചർ എത്തിയത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവ്, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, നിങ്ങൾ ചോദിച്ചേക്കാം, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം എന്ന് പറയുന്നത് വലിയ കാര്യമാണെന്ന് ചോദിച്ചേക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇഫ് യു നോ ഗുഡ് ഇംഗ്ലീഷ്, അത് നല്ല ഇംഗ്ലീഷ് ആയിരിക്കണം. ഞാൻ ഓർക്കുന്നു, ഞാൻ പഠിച്ചത് അത്ര മോശം സ്കൂളിലൊന്നും അല്ല കേട്ടോ, എങ്കിലും ഞാൻ പഠിച്ച ഇംഗ്ലീഷ് നിങ്ങൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. He jumped into a well and was saved by a boy. ഞാൻ നല്ല സ്കൂളിൽ പഠിച്ച ആളാണ്. ബട്ട് ദാറ്റ് വാസ് ദ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ദാറ്റ് ഐ ലേൺഡ്. എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ? ഈ ജംപ്ഡ് ഇൻ ടു എ വെല്ല്, അവൻ കിണറ്റിലേക്ക് ചാടി. ആൻഡ് സേവ്ഡ് ബൈ എ ബോയ്, ഒരു ബോയ് അവനെ രക്ഷിച്ചു. ഈ തരത്തിലുള്ള ഇംഗ്ലീഷ് വോണ്ട് വർക്ക് ദീസ് ഡേയ്സ്. ആ കാലമൊക്കെ പോയി. ഭംഗിയുള്ള, കേൾക്കാൻ ഇമ്പമുള്ള, അക്ഷരസ്ഫുടതയുള്ള, ഉച്ചാരണശുദ്ധിയുള്ള ഇംഗ്ലീഷിന് എക്കാലവും മൂല്യമുണ്ട് എന്ന് പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നു. അവിടുത്തെ വിസിറ്റിംഗ് ടൈം ഉച്ച കഴിഞ്ഞ് 4 മണിക്കാണ്. ബട്ട് ഐ റീച്ച് ദെയർ ബൈ 3:30. പക്ഷെ അവർ സമ്മതിക്കത്തില്ല, 3:30 ആരെ അകത്തേക്ക് കടത്തി വിടില്ല. So I approached the security man. Security man was telling me not possible. നടക്കത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ വേറൊരു സെക്യൂരിറ്റി അവിടെ വന്ന് നിന്നു. അപ്പോൾ സമയം 3:40. ഞാൻ വെറുതെ അദ്ദേഹത്തിന് അടുക്ക ചെന്നിട്ട് ചോദിച്ചു, ക്യാൻ ഐ ഗോ ഇൻ? ചോദിച്ചു. അയാൾ പൊക്കോളാൻ പറഞ്ഞു. ക്യാൻ ഐ ഗോ ഇൻ? ഞാൻ വെറുതെ ചോദിച്ചതാണ്. പൊക്കോളാൻ പറഞ്ഞു. എന്തിനെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ വന്നു അതിൻ്റെ ഗമ കൊണ്ടാണെന്നൊക്കെ ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. But then I would like to tell you, English will give you confidence. English will give you position. And people will be eager to listen to you. അത്തരത്തിലുള്ള ഇംഗ്ലീഷ് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഗ്രാമപ്രദേശങ്ങളിലെ CBSE സ്കൂളുകൾക്കുള്ളതാണ്.
അതൊരു വലിയ പരിധി വരെ ഇവിടെ നടക്കുന്നുണ്ട് എന്നതിലുള്ള സന്തോഷം ഞാൻ പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനെ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രം പോരാ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയണം, ഇംഗ്ലീഷ് എഴുതാൻ അറിയണം. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിശീലിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഗോള പൗരന്മാരായി നാളുകളിൽ വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് മാതാപിതാക്കളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും തിരിച്ചറിയണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഇംഗ്ലീഷ് വിൽ ഗിവ് യു കോൺഫിഡൻസ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസ വർധനവിനും ആശയവിനിമയ ശേഷിയുടെ വർധനവിനും സഹായകരമായ നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇടമായി ഈ വിദ്യാലയം മാറട്ടെ, അതുപോലെയുള്ള എല്ലാ വിദ്യാലയങ്ങളും മാറട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഒരു സ്കൂൾ അതിൻ്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഏതാനും ചെറിയ ചിന്തകളും ആവശ്യമാണ്. ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നിർത്തില്ല. ഞാനതുകൊണ്ട് കാര്യമായി പറയില്ല എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ. എന്താണ് ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ രാമമൂർത്തി എന്ന് പറയുന്ന പണ്ഡിതൻ, സന്യാസി വര്യനാണ്, ഒരു പണ്ഡിതൻ കൂടിയാണ്, അദ്ദേഹം പറഞ്ഞു, നോ എഡ്യൂക്കേഷൻ ഈസ് ബെറ്റർ ദാൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് വിദ്യാഭ്യാസം ഉള്ളതിനേക്കാൾ നല്ലത് എന്ന് പറയാനുള്ള കാരണം വിദ്യാഭ്യാസമുള്ളവരിൽ വിദ്യാഭ്യാസമുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കാണാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസമല്ല നമുക്ക് ആവശ്യം. പിന്നെ എന്താണ് വിദ്യാഭ്യാസം എന്ന് ഞാൻ ചെറുതായി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇന്ന് വിദ്യാഭ്യാസം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അല്ലെ ദുര്യോഗം, എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് എ പാസ്പോർട്ട്. ഒരു പാസ്പോർട്ടിന് തുല്യമാണ് വിദ്യാഭ്യാസം. അല്ലെങ്കിൽ പാസ്പോർട്ടിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതാണ്, അല്ലെങ്കിൽ ഒരു പരിശീലനം, അതാണ് വിദ്യാഭ്യാസം. എനിക്കെൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ചോദിക്കുവാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെപ്പോലെയുള്ള സമർത്ഥരെല്ലാവരും കടൽ കടക്കുമ്പോൾ നാളുകളിൽ രാജ്യത്തെ നയിക്കുവാൻ, രാജ്യത്തെ നിയന്ത്രിക്കുവാനും രാജ്യത്തിന് കൃത്യമായ ചിന്താ പദ്ധതികൾ നൽകുവാനും ആരുണ്ടാവും? അതുകൊണ്ട് ഞാൻ പറയും, ഇന്ന് പലരും വിദ്യാഭ്യാസത്തെ പാസ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കാണുമ്പോൾ ദയവായി നിങ്ങൾ അങ്ങനെ വിദ്യാഭ്യാസത്തെ കാണരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി വിദ്യാഭ്യാസത്തെ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ലാഡർ എന്നാണ്. പ്രോഗ്രസീവ് ലാഡർ, ഉയരങ്ങളിലേക്ക് കയറാൻ സഹായകരമായ ഒരു ഗോവണി, അതാണ് വിദ്യാഭ്യാസം. ഒരു പരിധിവരെ അതാവശ്യമാണ്. ഇന്ന് വിദ്യാഭ്യാസത്തിനുള്ള ഒരു മൂല്യം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും. ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ളത് വിദ്യാഭ്യാസമാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ പ്രോഗ്രസീവ് ലാഡറായി കണക്കാക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് മാത്രമാകരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ട് കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എഡ്യൂക്കേഷൻ ഈസ് എ കൾച്ചറൽ ഫോർമേഷൻ. സാംസ്കാരികമായി നമ്മളെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിത ശൈലിയിൽ, നമ്മുടെ ഇടപെടലുകളിൽ ഒക്കെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ സൂചനകൾ തെളിഞ്ഞു വരണം. വിദ്യാഭ്യാസം എന്നാൽ നമ്മളെ സാംസ്കാരികമായി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകരുടേതും മാതാപിതാക്കളുടേതുമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാം. വിദ്യാഭ്യാസത്തെപ്പറ്റി പറയാവുന്നത് ഇറ്റ്സ് എ ഹ്യൂമനൈസിങ് പ്രോസസ്. അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന, അവനെ മനുഷ്യത്വമുള്ളവനാക്കുന്ന പ്രക്രിയയാണ്. ഇന്ന് ഡിജിറ്റൽ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രാധാന്യം കുറയുകയും യന്ത്രങ്ങളുടെ പ്രാധാന്യം കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും, ജെമിനൈയുടെ വളർച്ചയും ചാറ്റ് GPT വളർച്ചയും ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും.
രസകരമായൊരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ പെങ്ങളുടെ മകൾ, അവൾക്ക് 70 വയസ്സായി. അപ്പോൾ അവളുടെ മക്കൾക്കൊരാഗ്രഹം, അവളുടെ ബർത്ത്ഡേ ഗംഭീരമായി ഒന്ന് ആഘോഷിക്കണം. പക്ഷേ അത് സർപ്രൈസായി കൊടുക്കാനാണ് മക്കൾ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മയും മക്കളും കൂടി ഒരു അനാഥാലയത്തിൽ ആഹാരം കഴിക്കാൻ വേണ്ടി പോകുന്നു, അനാഥാലയത്തിലെ അന്തേവാസികളോടൊപ്പം. അത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് എൻ്റെ സഹോദരിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷെ മക്കൾ ചെയ്തിരിക്കുന്നത് ബന്ധുക്കളെല്ലാം, ഞങ്ങളെല്ലാം കസിൻസിനെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞു അമ്മയോട് പറയരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ വരുമ്പോഴേ കാണാവുള്ളൂ, അറിയാവുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ചന് ഒരു പ്രസംഗം ചെയ്യണമെന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും എനിക്ക് പ്രസംഗമാണ്, അതുകൊണ്ട് പ്രസംഗം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു, എല്ലായിടത്തും പ്രസംഗമാണല്ലോ, ഒരു വ്യത്യാസമായിക്കൊള്ളട്ടെ എന്ന് കരുതി ഒരു കവിത എൻ്റെ പെങ്ങളെക്കുറിച്ച് ചെല്ലാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് കവിത എഴുതാൻ അറിയില്ല. ഞാൻ ഇന്ന് വരെ കവിത എഴുതിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചാറ്റ് GPT കുറിച്ച് ഓർക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി അറിയാം, നിങ്ങളുടെ മൊബൈലിലൊക്കെ ഉണ്ട് ചാറ്റ് GPT, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ചാറ്റ് GPT ഓൺ ആക്കിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി വത്സമ്മ അവളുടെ 70ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. അവൾ വിധവയാണ്. അവളുടെ ഭർത്താവ് 7 വർഷം മുമ്പ് മരിച്ചുപോയി. അവൾ ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്. അവൾക്ക് 3 മക്കളുണ്ട്, അവരിന്ന സ്ഥലത്തൊക്കെയാണ്. ഇതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, വിതിൻ സെക്കൻഡ്സ് എ ബ്യൂട്ടിഫുൾ പോയം കെയിം ഔട്ട്. വത്സമ്മയുടെ പേരടക്കമുള്ള ഒരു 1ാം ക്ലാസ് ഒരു ഇംഗ്ലീഷ് കവിത ഇറങ്ങി വരികയാണ്. ഞാൻ ഈ കവിത അവിടെ പോയി ചൊല്ലിയപ്പോൾ എൻ്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു, ചേട്ടാ നീ പ്രസംഗിക്കുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ കവിത ചൊല്ലുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആർക്കാണ് നന്ദി പറയേണ്ടത്? എനിക്കല്ല, ചാറ്റ് GPTക്ക് നന്ദി പറയണം. കൃത്രിമ ബുദ്ധിക്ക് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിക്ക് നന്ദി പറയണം. എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാൾ നമുക്കിന്ന് യന്ത്രത്തെ ആശ്രയിക്കാൻ സാധിക്കുന്ന, യന്ത്രങ്ങൾ നമുക്ക് വളർച്ച പ്രദാനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസം നടക്കുന്നത്. ആ സമയത്താണ് നമുക്കാവശ്യം ഡിജിറ്റൽ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യത്വമുള്ള ഡിജിറ്റൽ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികളെയാണ് നമുക്ക് ആവശ്യം. അതിന് ആരെ കൊണ്ട് സാധിക്കും? ഞാൻ പറയും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ടത് സാധിക്കും, അധ്യാപകരെ കൊണ്ടത് സാധിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അധ്യാപകരോടുള്ള എല്ലാ ബഹുമാനവും സൂചിപ്പിച്ചും ഞാൻ പറയുകയാണ്, പഴയ പോലെയല്ല നിങ്ങളുടെ മുൻപിലുള്ള കടമ്പകൾ.